വളരെ എക്സ്ട്രാordinary പെർഫോമൻസ്. എന്താ എക്സ്ട്രാordinary കാഴ്ചയായിരുന്നു. മുൻപ് സിനിമകൾ കാണാത്തൊരു രീതിയിലുള്ള ഒരു ഷമീത്തിലെ പെർഫോമൻസ് കാണാൻ പറ്റും. സോങ്സും റൊമാൻസും മാസും എല്ലാം ഉണ്ട്. ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ പാടാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. സൂപ്പർ. ഒരു എന്താ എക്സ്ട്രാordinary കാഴ്ചയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഷമീദിലൻ ചേട്ടൻ സൂപ്പറായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് ഓഫ്കോഴ്സ് അതിനൊന്നും പറയാനില്ല. ഇറ്റ്സ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ യു വിൽ ഫീൽ എവറി ബീറ്റ് വാസ് ദ ബെസ്റ്റ്. സർ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? നല്ല സിനിമയായിരുന്നു. സച്ചിയുടെ ഒരു ഡയറക്ഷൻ ശൈലി നമുക്ക് ജയനമ്പ്യാറിൽ കിട്ടിയോ? എനിക്ക് തോന്നുന്നു പുള്ളി ഉദ്ദേശിച്ച ഐഡിയ ഫുള്ളായിട്ട് ആ സിനിമയിൽ കൺവേ ആയിട്ടുണ്ട് തോന്നുന്നു. നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും സിനിമയുടെ കളറിങ്ങും നന്നായിരുന്നു. ആ ഒരു ഓണറിൽ ഉള്ള വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് വളരെ നല്ല രീതിയിൽ എങ്ങനെയുണ്ടായിരുന്നു? പൃഥ്വിരാജിനെയും ഷമീദിലകൻ്റെയും നന്നായിട്ടുണ്ടായിരുന്നു. ഷമി ചേട്ടൻ്റെ വളരെ എക്സ്ട്രാordinary പെർഫോമൻസ് ആയിരുന്നു. എവിടെയെങ്കിലൊക്കെ തിലകൻ സാറിന്റെ ഒരുപാട് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ചും ആ പടം കണ്ടു വരുമ്പോൾ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഒരുപാട് സമയത്ത് പുള്ളിയുടെ അത് ഫീൽ ചെയ്തു. ഇത് ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ പാടാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. ഈ സ്റ്റോറിയിൽ കുറേ ന്യൂവാൻസസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചെടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അത് എങ്ങനെ സിനിമാറ്റിക്കലി എടുത്തു എന്ന് പറയുന്നത് വലിയൊരു കഴിവാണ്. അപ്പോൾ ജയൻ ചേട്ടൻ അത് കൂഡോസ്. നിങ്ങളെല്ലാവരും പടം ഡെഫിനറ്റ്ലി വന്ന് കാണണം തിയേറ്ററിൽ തന്നെ. ഇതിൻ്റെ അകത്ത് പറയാനാണെങ്കിൽ പെർഫോമൻസ് വൈസ് ഓൾസോ നമ്മൾ ശരിക്കും തിലകൻ ചേട്ടനെ കണ്ട പോലെ ഒരു എഫക്റ്റ് ആയിരുന്നു. ഷമി ചേട്ടൻ അത്യുഗ്രായിരുന്നു, അടിപൊളിയായിട്ട് ചെയ്തു. പൃഥ്വിരാജ് രാജുവേട്ടൻ്റെ നമ്മുടെ കാണാത്ത കുറേ എക്സ്പ്രഷൻസും നമ്മുടെ ബോഡി രീതികളൊക്കെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ട് അഭിപ്രായം പറയാം, സപ്പോർട്ട് ചെയ്യുക. നല്ല മൂവി ആയിരുന്നു. തിയേറ്ററിൽ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിലാണ് വന്നത്. അപ്പം അത് തെറ്റിയില്ല, നല്ല മൂവിയായിരുന്നു. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എല്ലാം ചിലപ്പോൾ ചിലർക്ക് സെക്കൻഡ് ഹാഫ് ഇച്ചിരി ഇതായിട്ട് ഇങ്ങനെ തോന്നും. പക്ഷേ ഇൻട്രസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇപ്പം ഞാനിങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കണോണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. പിന്നെ സോങ്സും റൊമാൻസും മാസും എല്ലാം ഉണ്ട്. കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഒരു മൂവി നമ്മുടെ ഇവിടെ ഷമി സാറും പൃഥ്വിരാജ് ആ ഒരു കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ പണ്ടത്തെ ഒരു ലാലേട്ടൻ തിലകൻ സാർ കോംബോ പോലെ തന്നെ ഫീൽ ചെയ്തു. സാറിൻ്റെ അഭിനയം, ഷമിത്തിലൻ സാറിൻ്റെ അഭിനയം പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു. നല്ലൊരു മത്സര അഭിനയമായിരുന്നു. പൃഥ്വിരാജും ഷമിത്തിലനും അടിപൊളി. ആക്ട്രസും അതെ, ആക്ട്രസിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഷീസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പൃഥ്വിരാജ് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു മാസ് ലുക്കിൽ വരുന്നു എന്നുള്ള ഒരു സംഭവമുണ്ട്. പിന്നെ ഇന്റർവ്യൂവിൽ നമ്മൾ അറിഞ്ഞ ഷമ്മി തിലകൻ്റെ റോൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു സൂചനയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് ഈ സിനിമ രണ്ട് മനുഷ്യർ തമ്മിലുള്ള അവരുടെ ഒരു ആഗ്രഹത്തിൻ്റെ ആ ഒരു ഈഗോയുടെ കഥയാണ് സിനിമ മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഈ മറയൂർ, കാന്തല്ലൂർ അവിടെയുള്ള ചന്ദ്ര ബിസിനസ് മാത്രമല്ല, അതിലുള്ള നിയമത്തിൻ്റെ നൂലാമാലകൾ, അവരുടെ ഇടയിൽ നടക്കുന്ന, അതായത് ഇത്രയും ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാധനങ്ങളുടെ ഇടയിൽ നിന്ന് അവരുടെ ലൈഫ് വളരെ ലോ ലെവലിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് രണ്ടും തമ്മിലുള്ള ഒരു അന്തരം ഈ സിനിമ അതാണ് കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഫസ്റ്റ് ഹാഫിൽ ഈ സിനിമ കുറച്ച് ഈ കഥയിലേക്ക് ഇറങ്ങാനും കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്താൻ അത് കുറച്ചധികം ലെങ്ത് എടുത്ത പോലെ ഫീൽ ചെയ്തു. കുറച്ച് ലെങ്തി ആയിട്ട് ഫസ്റ്റ് ഹാഫ് ഫീൽ ചെയ്തു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് ഷമ്മി തിലകൻ ഈ പൃഥ്വിരാജും തമ്മിലുള്ള ആ ഒരു ക്ലാഷ് തുടങ്ങുന്നിടത്ത് പടം വളരെ ഗ്രിപ്പിംഗ് ആയിട്ട് വന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നു. അതിൽ ഷമ്മി തിലകൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. കാരണം ഇത്രയും ത്രൂ ഔട്ട് അദ്ദേഹം ഒരു വില്ലന്മാരുടെ കൂടെയുള്ള ഒരാൾ അങ്ങനെയൊന്ന് മാറിയിട്ട് ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ അതിഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് ഇമോഷൻസ് ചില സമയത്ത് കോമഡി ആയിട്ട് പോകുന്നുണ്ട്, മാസമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ഇമോഷണലായിട്ട് ഒരു സൈക്കോ ലെവലിലേക്കൊക്കെ മാറുന്ന വളരെ ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ഷമ്മി തിലകൻ. നമ്മൾ അങ്ങനെ സ്ക്രീനിൽ കണ്ടില്ലാത്ത, മുൻപ് സിനിമകൾ കാണാത്തൊരു രീതിയിലുള്ള ഒരു ഷമ്മി തിലകൻ്റെ പെർഫോമൻസ് കാണാൻ പറ്റി. അതുപോലെ തന്നെ അവസാനം ഒരു 20 മിനിറ്റിലേക്ക് വരുമ്പോൾ നായികയുടെ ഒരു പ്രകടനവും ഗംഭീരമാണ്. കാരണം നായികയുടെ ഒരു തീരുമാനം, അല്ലെങ്കിൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കൽ, നായകനും മനം മാറിയിട്ടും നായിക അതിൽ തന്നെ ഉറച്ചിരിക്കുന്നു. ആ ഒരു ക്ലാഷ് അത് വളരെ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റമായിരുന്നു ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ. മൊത്തത്തിൽ നോക്കിയാൽ ടെക്നിക്കലിയും ബ്രില്യൻ്റ് ആണ്. ജേക്സിൻ്റെ മ്യൂസിക് ആണെങ്കിലും ക്യാമറ വർക്ക് ആണെങ്കിലും പിന്നെ റിയൽ ലൊക്കേഷൻസിൽ ചിത്രീകരിച്ച ആ ഒരു ഭംഗിയും കാണാനുണ്ടായിരുന്നു. പക്ഷെ ലെങ്ത്ത് എനിക്ക് കുറച്ച് അധികമായിട്ട് തോന്നി. കാരണം 2.25 മണിക്കൂർ നമ്മളൊരു സ്ക്രീൻ അറ്റൻഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് എളുപ്പമല്ല. ഒരു 15-20 മിനിറ്റോളം ട്രിം ചെയ്ത് കളഞ്ഞത് കുറച്ചുകൂടെ അപ്പീലിംഗ് ആയിരുന്നു. ഇപ്പോഴത്തെ ഫോമിലും ഇത് വാച്ചബിൾ ആയിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, തിയേറ്റർ വാച്ചായിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്.